വെയിറ്റ് ട്രെയിലർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും EFF കണ്ടിട്ട് എന്നെ പൊങ്കാലയിടാൻ വരണ്ട. ഞാനിത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് കേട്ട് മാത്രം ഇൻസ്പയർ ആയി ചെയ്യുന്നൊരു കഥയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഓസ്ലർ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുമില്ല, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തുമില്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് കേട്ടൊരു ഡയലോഗ്, ആ ഡയലോഗ് വെച്ച് മാത്രം ഉണ്ടാക്കിയൊരു സ്റ്റോറിയാണിത്. സോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഞാൻ നോക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഹലോ ഓടല്ലേ മാഷേ, വെയിറ്റ്. എത്ര കാലമായിടോ ഞാൻ തന്നെ പുറകെ നടക്കുന്നു. തനിക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞൂടെ? എന്തോ സ്പീഡാണ് തനിക്ക്. ഓക്കെ, ഐ വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് താൻ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കടൂ. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നേ, അതുകൊണ്ടല്ലേ. അയ്യോ, താൻ പുറകെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകാൻ. പിന്നെ താൻ പറഞ്ഞ കാര്യം, എടോ ഞാൻ എത്ര തവണയായി പറയുന്നു, എടോ എനിക്ക് തന്നെ ഇഷ്ടമല്ല. നോ, എനിക്ക് അങ്ങനെ ഒരു ആൻസർ തൻ്റെ അടുത്ത് പറയാൻ പറ്റൂ. പിന്നെ ഇപ്പം താൻ പറഞ്ഞില്ലേ എൻ്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന്. എൻ്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ താൻ ആ രീതിക്ക് ബിഹേവ് ചെയ്യേ. ഐ ആം യുവർ പ്രൊഫസർ. ഓക്കെ, താൻ ആ ഒരു രീതിക്ക് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേ. താൻ പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. തൻ്റെ കുട്ടികളൊന്നും കാണാൻ സമയമില്ല. ഇത്രയും പറഞ്ഞ് അയാൾ അവിടുന്ന് നടന്നുപോയി. എന്നാൽ നമ്മുടെ ഹോബി ആ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബാക്കിലൊരു സൗണ്ട്. ഹലോ, ഇത്തവണയും സാറ് നൈസായിട്ട് ഒഴിവാക്കി വിട്ടല്ലേ? തോന്നി അന്നിപ്പോൾ കണ്ടപ്പോൾ. എടി നിനക്ക് വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ ചുമ്മാ. എടി അങ്ങേരൊന്നും വീഴാൻ പോയില്ല, അങ്ങേര് ഭയങ്കര സിഗ്മ പോയ. നീ പോടാ, ഈ ഹോബിയാ പറയുന്നെങ്കിൽ ഞാൻ അങ്ങനെ വളച്ചിരിക്കും. പിന്നെ അത് ഒഴിവാക്കി വിട്ടൊന്നുമല്ല, ഞാൻ വിട്ടുകൊണ്ട് അങ്ങനെ പോയത്. നിനക്കൊരു പണിയൊന്നുമില്ലേ? നിനക്ക് ആ ജീനയുടെ അടുത്ത് ഞാൻ പോയി കൊഞ്ചു കൊഞ്ഞിരുന്നാൽ പോരെ. നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇവിടുന്നേ? ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ അനുഭവിച്ചാലേ പഠിക്കുകയുള്ളൂ. ഞാൻ പോയി സാറിനൊന്ന് കാണട്ടെ, ഞാനെന്തെങ്കിലും ഉപദേശിക്കാം. കേൾക്കുവാണ് കേട്ടോട്ടെ, അല്ലേ? ശരി എന്നാൽ. ഞാനും സാറുമ്പോൾ പിന്നെ നല്ല അടുപ്പത്തിലാണല്ലോ, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. നിനക്ക് ഞാൻ ഫേവർ ചെയ്തു തരാം. ഓ പിന്നെ, നീ ചെന്ന് പറഞ്ഞ ഉടനെ കേൾക്കാൻ സാർ നിൻ്റെ അമ്മാവൻ്റെ മോനാണല്ലോ. വേഗം ചെന്ന് കയറി കൊടുക്ക്, വായിരിക്കുന്ന മുഴുവൻ കേൾക്കാം. പിന്നെ കേട്ട് കഴിഞ്ഞിട്ട് ഞാനാ പറഞ്ഞു വിട്ടേന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാൻ തലി പൊട്ടിക്കും. പറഞ്ഞില്ല വേണ്ട. ഏയ് ഓസ്ലർ, വീട്ടിൽ പോവാണോ? വെയിറ്റ്, ഇതേ ഞാൻ വന്നു. ആ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു മറ്റേ പെണ്ണാന്ന്. എനിക്ക് എന്തോടാ തലയ്ക്ക് ചെറിയ വേദന, അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോകാമെന്ന്. പിന്നെ വൈകുന്നേരം ആയില്ലേ. നീ എന്താ എവിടെ ജീനി ഇവിടെ കണ്ടില്ലല്ലോ? ജീനി അവിടെ ലൈബ്രറിയിൽ ഒരു ബുക്ക് എടുക്കാൻ കയറി. അപ്പം ഞാനിങ്ങോട്ട് ഇറങ്ങി പോന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബൈക്ക് ഇവിടെ അല്ലേ, അപ്പം ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ശരി. ഓസ്ലർ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചില്ലേ എന്തിനാണെന്ന്? ദാറ്റ്സ് ദ ടേസ്റ്റ് ഓഫ് ലവ്. ദാറ്റ്സ് ലൈക്ക് ഹണി, തേനൂറുന്ന മധുരം. അതാണ് പ്രണയം. ബട്ട് അത് കയ്യിലുള്ളത്രയും നാൾ. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കയ്പ് തന്നിട്ടേ അത് പോകൂ. ബട്ട് ഓസ്ലർ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതല്ലേ? റിലേഷൻഷിപ്പ്, ലവ്, marriage, just try and feel the taste of love. ജൂൺ അധികം വൈകാതെ യാത്ര പറഞ്ഞുകൊണ്ട് പോയി. ആ ഓസ്ലറും അത് വലിയ കാര്യമൊന്നും ഒക്കെ എടുത്തില്ല. വണ്ടിയിൽ കയറി അവനും വീട്ടിൽ പോയി. ബട്ട് വീട്ടിൽ ചെന്നിട്ടും അവൻ്റെ മനസ്സിൽ ആ ഒരു ചോദ്യമായിരുന്നു. ഓസ്ലർ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവൻ്റെ ചെവികളിൽ തിരയടിച്ചുകൊണ്ടേയിരുന്നു. എന്തോ വല്ലാതെ മുഴങ്ങിക്കേട്ടു. അവന് തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. മുടികൾ പിടിച്ച് വലിച്ചും അലറിയും കൈ കിട്ടിയതെല്ലാം വലിച്ചൊടച്ചും സമയം തള്ളി നീക്കി. കുറച്ച് സമയത്തിന് ശേഷമാണ് അവനൊന്ന് നോർമലായത്. അവൻ്റെ ഓർമ്മകളിലേക്ക് പലതും കടന്നു വന്നു.